പൊങ്കാലേന്റെ പിറ്റേന്നാണല്ലോ ഹോളി വരുന്നത്. ഇവിടെയാണെങ്കിൽ 3 ബക്കറ്റ് നിറയെ വാട്ടർ ബലൂൺ തലേ ദിവസം നിറച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കളറും. ഓല് മാത്രമാണ് ഇറങ്ങിക്കുള്ളൂ ഇപ്രാവശ്യം. കഴിഞ്ഞ വർഷം ഞങ്ങൾ എല്ലാവരും ഇറങ്ങിക്കേനു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തൊരു പരിപാടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഹോളി എന്ന് പറയുന്നത്. ഇപ്രാവശ്യം പൊങ്കാലേന്റെ പിറ്റേ ദിവസം കൊണ്ട് എല്ലാവരും ക്ഷീണം പിടിച്ചിരിക്കുക. ആരും ഇറങ്ങിക്കില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തം വെള്ളത്തിൽ കുളിക്കും. അപ്പോൾ ഇവിടുത്തെ മുറ്റത്താണെങ്കിൽ ഇപ്പോൾ തണുപ്പ് മാറിയതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, നിറയെ പല പല പൂവുകളും കായ്കളും ഒക്കെ ഉണ്ടാകുകയാണ്. ഇവിടെ മുറ്റത്ത് നിറയെ മൾബറി വീണുകൊണ്ടിരിക്കുകയാണ്. മിറ്റ അടിച്ചിക്കൊന്നുമില്ല. ഇനി എന്തായാലും അത് മൊത്തം 2 ദിവസം കൊണ്ട് വീണ് തീരും. അപ്പം എന്നിട്ട് അടിക്കാന്ന് വിചാരിച്ച്. എന്നാൽ പിന്നെ രാവിലെ തന്നെ കുറച്ച് കൃഷിക്കാര്യങ്ങൾ നടക്കാന്ന് വിചാരിച്ച്. 2 ദിവസമായി വൻപയർ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പൊടിപ്പിച്ച് അതിൻ്റെ ഇല ഉപ്പേരി വെക്കാൻ എടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മുളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ മുറ്റം വൃത്തിയാക്കിയില്ല മുഴുവനും. അപ്പോഴാണ് ഈ ചെടി കണ്ടത്. കുറച്ചൊന്ന് വൃത്തിയാക്കുമ്പോഴാണ് ഈ ചെടി എപ്പോഴും ഇവിടെ ഉള്ളതാണ്. ഇന്നിപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, എനിക്കറിയാം ഇതെന്താന്ന്. അപ്പോൾ ഇത് ഇവിടെ ഹിന്ദിക്കാർ ഇപ്പോൾ ഹോളി ദിവസം വെള്ളമൊക്കെ കലക്കി കുടിക്കും. പിന്നെ ഇത് ഞാൻ കണ്ടത് ശിവരാത്രിൻ്റെ അന്ന് ഇവർ ശിവലിംഗത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൂജയ്ക്ക് കൊണ്ടുവെക്കുന്നതൊക്കെ കണ്ടിക്ക്. അങ്ങനെ പേരെന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നേരെ ഞാൻ അടുക്കളയിലേക്ക് പോയി. കുട്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് മാഗി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പച്ചക്കറി ഇട്ടിട്ടാണ് മാഗി ഉണ്ടാക്കൂ, അല്ലാണ്ട് ഇട്ട് കൊടുക്കുകയല്ല കേട്ടോ. അപ്പം അതാ ഈ ക്യാപ്സിക്കം അങ്ങനെ കട്ട് ചെയ്തപ്പോൾ അന്ന് ഉള്ളിൽ വേറൊരു ക്യാപ്സിക്കം, ഒരു കുഞ്ഞു ക്യാപ്സിക്കം. അങ്ങനെ വീട്ടിലുള്ളതായിട്ടുള്ള ഏകദേശം എല്ലാ പച്ചക്കറിയും പല കളറിൽ ഉള്ള പച്ചക്കറികളെല്ലാം ഞാൻ മുറിച്ചെടുത്ത് ഒരു പാത്രം വെച്ച് എണ്ണ വെച്ച് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് തിളച്ച് വരുമ്പം മാഗി ഇട്ട് കൊടുക്കുക, മസാല ഇട്ട് കൊടുക്കുക. മാഗി എപ്പോൾ വേണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും പച്ചക്കറി ഇട്ടിട്ട് വേണമെങ്കിൽ തരാം, അല്ലാണ്ട് ഞാൻ തരികയില്ലാന്ന്. കാരണം മാഗി നമ്മൾ കൊടുക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളത് അറിയാം. എന്നാൽ പിന്നെ അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് പറയും കുട്ടികൾ. അപ്പോൾ പച്ചക്കറി ഇത്രയും തോനെ പച്ചക്കറി ഇട്ട് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര ഒരു ടെൻഷൻ ഇല്ല കേട്ടോ. പിന്നെ തക്കാളി കുറച്ച് വൈകിപ്പോയിക്കിടുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരമായിട്ടോ. വൈകുന്നേരം അതായത് പൊങ്കാല കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരമായത്. അപ്പോൾ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ മനസ്സിലായിക്കല്ലോ, നമ്മൾ പൊങ്കാല ഇട്ടവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയത് കേട്ടോ, അതിനെ പടുക്ക വെക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അത് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ചീത്തയായി പോകുമല്ലോ. അപ്പോൾ അതെല്ലാവരും ഷെയർ ചെയ്ത് വാങ്ങിയതാണ്. അപ്പോൾ പിന്നെ എല്ലാവരും വീട്ടിലേക്ക് കൊണ്ടുപോയിക്കില്ല. പിന്നെ ഒരു കാരണവും കൂടി ആയല്ലോ, പിറ്റേ ദിവസം എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടാനുള്ളൊരു കാരണവും കൂടി ആണല്ലോ ഇത്. അപ്പോൾ പിന്നെ ഒരുമിച്ചിരുന്ന് അതെല്ലാവരും കൂടി കട്ട് ചെയ്ത് അങ്ങ് കഴിക്കാമെന്ന് തീരുമാനിച്ച്. അങ്ങനെ വൈകുന്നേരം 5 മണിയായവരെ എല്ലാവരും എത്തി. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നല്ല കുറച്ച് തേനൊക്കെ, മധുരത്തിന് കുറച്ച് തേനൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു. ഫ്രൂട്ട്സ് കഴിപ്പും കൂടെ കഥ പറച്ചിലാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനൊന്നും ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ച് ബാക്കിയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചത്. ഒരുമിച്ചിരുന്നിങ്ങനെ കഴിക്കുമ്പം നല്ല ടേസ്റ്റ് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിക്ക് കേട്ടോ. മധുരം പോരാത്തത് കൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിക്ക്. അപ്പോൾ എല്ലാം കൂടി തേനും പഞ്ചസാരയും ഫ്രൂട്ട്സിൻ്റെ മധുരവും കൂടി ആയപ്പോൾ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.